ഏതൊരു യാത്രികൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. മഞ്ഞു പുതച്ച മലനിരകളും മിന്നിത്തിളങ്ങുന്ന നിശാനഗരങ്ങളും മനം കവരുന്ന ചെറി ബ്ലോസം കാഴ്ചകളും നമ്മെ മറ്റൊരു ലോകത്തെത്തിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യവും വിസ്മയിപ്പിക്കുന്ന അച്ചടക്കവും കൈകോർക്കുന്ന ഒരിടം. പറഞ്ഞു വന്നത് ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ. ജപ്പാൻ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജപ്പാനിലാണ്. ഞങ്ങളിന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി. ഇവിടെ നമ്മളൊരു 8 മണിയായപ്പോൾ ഇറങ്ങി തോന്നുന്നല്ലേ. 8 മണിയായപ്പോൾ ഇറങ്ങി. ഇന്നലെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നെങ്കിലും കറക്റ്റ് സമയത്ത് അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളിവിടെ എത്തി. തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വിസ പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പുറത്തെത്താനും പറ്റി. പിന്നെ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തായിരുന്നു കേട്ടോ. ഇ സിം, പിന്നെ നമ്മുടെ ഇമിഗ്രേഷൻ, പിന്നെന്തായിരുന്നു സൂക്കാ കാർഡ് എടുക്കൽ, പിന്നെ ബസ് ബുക്ക് ചെയ്യൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇ സിം നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നു അല്ലേ. നാട്ടിൽ നിന്ന് എടുത്തിട്ട് പോകാനാണ് നല്ലത്. ഇവിടെ വന്നിട്ട് നമുക്ക് എന്തായാലും എയർപോർട്ടിൽ മാത്രമല്ലേ ഫ്രീ വൈഫൈ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ ഒരു ഫോം നമുക്ക് ഓൺലൈനിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അതാണെങ്കിലും അങ്ങനെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും കുറേ സമയം ലാഭിക്കാം. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് നമുക്ക് തന്നെ സെൽഫായിട്ട് എന്തോ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. മറ്റേ വിസിറ്റ് ജപ്പാൻ വെബ്സൈറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ നേരത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. 2 QR കോഡ് കിട്ടും. അപ്പോൾ നമ്മളതൊക്കെ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇൻ കേസ് ഇൻ്റർനെറ്റ് ഇല്ല എന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള QR കോഡ് കാണിച്ചാലും മതി. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിപ്പോൾ ആൾക്കാർ ചിലപ്പോൾ നമ്മളുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അതിന് വേണ്ടിയിട്ട് കാണുന്ന ഒരു വീഡിയോ കാരണം ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. നമ്മൾ കാര്യം പറയണം, നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ ഇറങ്ങി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷനപ്പായി. നല്ല സൗകര്യമുള്ള ടോയ്ലറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര ക്ലീൻ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷൂക്കാ കാർഡ് എടുക്കണം. നമ്മളാകെ കുറച്ച് ജാപ്പനീസ് യെൻ മാത്രം അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് എടുത്തിട്ട് വന്നു. അത് ഷൂക്കാ കാർഡിൽ ലോഡ് ചെയ്തു. ഷൂക്കാ കാർഡിനകത്ത് അത് മേടിക്കുമ്പോഴത്തേക്കും 500 yen അവർ ആയിട്ട് പിടിച്ചു വെക്കും. ബാക്കി നമുക്ക് ലോഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നത്. ബസ് ബുക്ക് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിക്ക് നമ്മൾ ടോക്കിയോ സിറ്റിയിലോട്ട് വരണം. എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂറോളം ഉണ്ട് ടോക്കിയോ സിറ്റിയിലോട്ട്. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ ഇന്ത്യൻ മണി പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് മേലെയാണ് വരാൻ വേണ്ടി. അപ്പോൾ അത്രയും പൈസ മുടക്കണ്ടെങ്കിൽ നമ്മൾ ബസ് എടുത്ത് വരുന്നത് നല്ലത്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ ലഗേജും കൊണ്ടുവരാൻ പറ്റും. ട്രെയിനുണ്ട് ചീപ്പസ്റ്റ് ഓപ്ഷൻ, പക്ഷേ അതിനകത്ത് ഈ ലഗേജൊക്കെ തൂക്കി സബ്വേയിൽ കൂടെ ഒക്കെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ട്രെയിൻ ഇല്ല, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ ഇവിടെ ജപ്പാനിലും ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുവിധം കുറേ സ്റ്റെപ്പ് കയറലും ഇറങ്ങലും തന്നെയാണ്. എസ്കലേറ്റേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ. അതൊക്കെ കണ്ടുപിടിച്ച് നമ്മളൊരു ഡേ മൊത്തം കളയേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ് ഞങ്ങൾ നോക്കിയിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത ലുമോസിൻ ബസ് കേട്ടോ. ഇതിനകത്ത് നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ലഗേജൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ ഹാൻഡിൽ ചെയ്യും. ഷിൻജുക്കു വരെ ഈ ബസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എയർപോർട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കയറുന്നത് ഒരു എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കൊന്നും അധികം ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് നമുക്ക് പോവാം. സിറ്റിയിൽ കൂടെ പോകുന്ന പോലെയല്ല. ഇത് നേരെ ഷിൻജുക്കുവിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു ടാക്സി എടുത്തിട്ട് വേണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഷിൻജുക്കു ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ടാക്സി കിട്ടും. മീറ്റർ ടാക്സിയാണ്. ഗോ ആപ്പ് വഴി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും. 1000 yen അവർക്ക് പിക്കപ്പ് ചാർജ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് പരിപാടി. ഇവിടെ വന്ന് നിന്നാൽ തന്നെ നിങ്ങൾക്ക് ടാക്സി കിട്ടുന്നതാണ് ബസ് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത്. 1 മണിക്കൂറാണ് നമ്മൾ ബസ്സിൽ ഇത്രയും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ടോക്കിയോയിൽ താമസിക്കുന്ന നമ്മളുടെ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സെറ്റപ്പാണ്. പഴയൊരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ്. പിന്നെ ഇതാണ് നമ്മളുടെ നെയ്ബർഹുഡ്. ഞാൻ പറയട്ടെ, ഞാൻ ഗോ ആപ്പിൽ നോക്കിയപ്പോൾ 1700 രൂപയാണ് കാണിച്ചത്. ആ
ഇവിടെ തുടങ്ങി, ആ. നമ്മുടെ ബസ് ഇറങ്ങിയെടുത്ത് തുടങ്ങി ഇവിടെ വരെ. പിന്നെ അത് ഷെയർഡ് ക്യാബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2000 സംതിങ് എന്തോ നമ്മള് മാത്രം കൊണ്ടുവന്ന ക്യാബ്. പക്ഷെ ഈ വണ്ടിയിൽ വന്നതുകൊണ്ട് നമുക്ക് 1700 രൂപ 1500 കൊണ്ട് പരിപാടി തീർന്നല്ലോ. സമയത്തിനാട്ടോ പൈസ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാറിനുള്ളിൽ നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുന്നു കേട്ടോ. എന്നിട്ട് ആ മ്യൂസിക് ഇങ്ങനെ എൻ്റെ ആകുമ്പോഴത്തേക്കും ഒരു നമ്പർ ഇങ്ങനെ മാറും. പിന്നെ എനിക്ക് മനസ്സിലായത് സമയം അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. ഇവിടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കയ്യിലോട്ട് എടുക്കണം കേട്ടോ. അതിനിവിടെ 7-Eleven ATM ഉണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും വലിയ കൺവേർഷൻ ഫീ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പൈസ എടുക്കാം. ജാപ്പനീസ് ചെയ്യുന്നതിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോറക്സ് കാർഡ് ഉണ്ട്. ഞാൻ അതിനകത്ത് പൈസ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള 7-Eleven സ്റ്റോർ കേട്ടോ. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ കൺവീനിയൻസ് സ്റ്റോർസ് അടുത്തടുത്ത് തന്നെ ഉണ്ട്. പല ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ 1-2 സാൻഡ്വിച്ച് ഞങ്ങൾ എടുത്തു. ആ സാൻഡ്വിച്ചൊക്കെ ആക്ച്വലി നല്ലതാണെന്ന് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ തന്നെ മണി എക്സ്ചേഞ്ച് ഉണ്ട്, ATM ഉണ്ട്. ATM നിന്ന് വലിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർഷൻ ഫ്രീ ഇല്ലാണ്ട് നിങ്ങൾക്ക് പൈസ നമുക്ക് ജാപ്പനീസ് യെനിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ തന്നെ കോഫി ഉണ്ട്. കോഫിക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ഗ്ലാസ് തരും. അതിനകത്ത് നമുക്ക് ഇവരുടെ മെഷീനിൽ നിന്ന് തന്നെ നമുക്ക് കോഫി ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ഭക്ഷണം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ചെറിയൊരു ബെഞ്ച് ഇട്ടേക്കാണ്, ഒരു ചെറിയ പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ മേടിച്ച ആ സാൻഡ്വിച്ചും ആ ഒരു കോഫിയും ഇവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇനി സ്റ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് പോകണം കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഷൻ. ഇതാണ് ഷിൻ ഒക്കുബോ സ്റ്റേഷൻ. ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഷിൻജുക്കു സ്റ്റേഷൻ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അസക്കുസ ഏരിയയിലോട്ടാണ്. അവിടെ ഒരു ഷ്രൈൻ വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നല്ലൊരു സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ടോക്കിയോ സ്കൈ ട്രീ വരെ നമുക്ക് നടന്നു പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് നക്കമേസെ സ്ട്രീറ്റിലോട്ടാണ്. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ട്രീറ്റാണ്. സെൻസോജി ടെമ്പിളിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ അന്ന് പഴയ കാലത്ത് ടെമ്പിളിൽ വരുന്നവർക്കുള്ള ഭക്ഷണം, അതുപോലെ വിശ്രമിക്കാനുള്ള സമയം, അതെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നൊരു സ്ട്രീറ്റാണിത്. ഇപ്പോൾ സമയം ഒരു 11:30 കഴിഞ്ഞാണ്. നല്ല തിരക്കുണ്ട് ഈ സ്ട്രീറ്റിൽ. അപ്പോൾ അങ്ങനെ ആ സ്ട്രീറ്റിൻ്റെ അറ്റത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ സെൻസോജി ടെമ്പിൾ ഇരിക്കുന്നത്. പിന്നെ സെൻസോജി ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെൻസോജി ടെമ്പിളിന് മുന്നേ ഉള്ള അവരുടെ ഗേറ്റ്. തണ്ടർ ഗേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കടന്നു വേണം നമ്മൾ ശരിക്കുള്ള ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഈ സെൻസോജി ടെമ്പിളിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ജപ്പാനിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സെൻസോജി ടെമ്പിൾ. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് AD 628 സുമിത നദിയിൽ മീൻ പിടിക്കുകയായിരുന്ന 2 സഹോദരന്മാരുടെ വലയിൽ ഒരു സ്വർണ്ണ വിഗ്രഹം കുടുങ്ങിയുണ്ടായി. കരുണയുടെ ദേവതയായ കനോൻ്റെ വിഗ്രഹമായിരുന്നു അത്. ആ സഹോദരന്മാർ ആ വിഗ്രഹം പലതവണ പുഴയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. പക്ഷേ ഓരോ തവണയും ആ വിഗ്രഹം അവരുടെ വലയിൽ തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. അതൊരു ദൈവനിശ്ചയമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയിരിക്കെ അവരുടെ ഗ്രാമത്തലവൻ ഈ വാർത്ത അറിയുകയും ആ വിഗ്രഹത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ വീട് തന്നെ ഒരു ചെറിയ ക്ഷേത്രമായി മാറ്റി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ടോക്കിയോയിലെ ഏറ്റവും പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ സെൻസോജി വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, ജപ്പാന്റെ സാംസ്കാരിക കേന്ദ്രമായി മാറി. സാമുറായിമാരും സാധാരണക്കാരും ഒരേപോലെ അവിടെ ഒഴുകിയെത്തി. എന്നാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ആകാശത്തു നിന്നുള്ള ബോംബ് വർഷത്തിൽ ഈ മനോഹരമായ ക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായി തകർത്തെറിയപ്പെട്ടു. പക്ഷേ ആ ചാരത്തിൽ നിന്നും സെൻസോജി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ജപ്പാനിലെ ജനങ്ങളുടെ ഒത്തൊരുമയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന പ്രതാപത്തോടെ പുനർനിർമ്മിക്കപ്പെട്ടു. മറ്റൊരു കൗതുകകരമായ കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നത് ഇതേപോലെ ഫോർച്യൂൺ തിരഞ്ഞെടുക്കുന്ന കുറേ ചിട്ടുകളാണ്. ഇപ്പോൾ 100 yen നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അതിനകത്തുനിന്ന് ഒരു ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് വായിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അത് കയ്യിൽ വെക്കാം. ഇനിയിപ്പോൾ അത് മോശമാണെങ്കിൽ ഇതിവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ കെട്ടിവെക്കാനായിട്ട് ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇവർ ഫോളോ ചെയ്യുന്നത്.
എനിക്കൊന്നും വേണ്ട, ഞാൻ തണുത്ത കുടിച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. എന്താ നിനക്ക് വേണ്ട അതിനകത്തൊന്നും? അങ്ങനെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഏതാണ്ടൊക്കെ എടുത്ത് കുടിച്ച് ഞങ്ങൾ വീണ്ടും ആ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി കേട്ടോ. ഇത് കംപ്ലീറ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ നമുക്കിനി അങ്ങനത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ടോക്കിയോ ടവർ ലക്ഷ്യമാക്കിയിട്ട് നടക്കുക കേട്ടോ. അങ്ങനെ നടക്കുന്ന ആ വഴിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ സുമിത റിവർ വരുന്നത്. ശരിക്കും ഈ സുമിത റിവറും ഈ സെൻസോജി ടെമ്പിളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിലേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറി പോകേണ്ട ദൂരമൊന്നുമില്ല. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും എന്താ ഈ ബിൽഡിംഗ് എല്ലാം കാണാം. പിന്നെ റിവറിൻ്റെ രണ്ട് സൈഡിലും ഇരിക്കാനായിട്ടൊക്കെ ഉള്ള നല്ല സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് സൺസെറ്റിൻ്റെയൊക്കെ സമയത്ത് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത്. പക്ഷെ നമുക്ക് സൺസെറ്റ് ആകുമ്പോഴത്തേക്കും ടോക്കിയോ ടവറിൻ്റെ താഴെ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വീണ്ടും ആ ടവർ ലക്ഷ്യമാക്കി നടക്കണം. അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടന്നിട്ടോ. കുഞ്ഞു കുഞ്ഞു ചെറിയ സ്ട്രീറ്റാണ്. അതിലെ കൂടെയൊക്കെ നടന്നിട്ട് വേണം നമ്മൾ ടോക്കിയോ സ്കൈ ട്രീയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ടോക്കിയോ സ്കൈ ട്രീയുടെ തൊട്ട് താഴെ എത്തിരിക്കുക കേട്ടോ. ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ കൂടെ കയറി വേണം സ്കൈ ട്രീയുടെ മേലെ പോകാനായിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴെ ഇവിടെ 2 മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സ്കൈ ട്രീയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് കേട്ടോ. വളരെ അച്ചടക്കത്തോടെ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നു. ഓരോരുത്തർ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആൾക്ക് അവസരം കിട്ടുക. പക്ഷെ എന്നാലും വളരെ സമാധാനമായിട്ട് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ടോക്കിയോ ടവറിൻ്റെ എൻട്രൻസിലായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ഈ ടവറിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സിറ്റി വ്യൂ മുഴുവൻ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഷിബുയയിൽ കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ അങ്ങനെ കയറണമെന്നില്ല. പിന്നെ ഈ ടവറിൻ്റെ താഴെ വന്ന് നോക്കി കാണുന്നതെന്നല്ല ഇതിൻ്റെ ദൂരെ നിന്നിട്ട് നമ്മൾ ആ റിവറിൻ്റെ സൈഡിൽ നിന്നൊക്കെ കാണുന്നത് തന്നെയായിരുന്നു ഇതിൻ്റെ ഭംഗി. പിന്നെ ഇത്തിരി കൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൻ്റെ ലൈറ്റ്സൊക്കെ ഓണാക്കുമായിരിക്കും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഇവിടുന്ന് പാക്കപ്പ് പറഞ്ഞ് തിരിച്ചു പോകാൻ. പിന്നെ ഭക്ഷണം കഴിക്കണം. നമ്മൾ ഇന്ന് ആ 7-11 നിന്ന് കഴിച്ച സാൻഡ്വിച്ച് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിക്കണം. പിന്നെ സൂര്യനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തണവാകാൻ തുടങ്ങി. അതിൻ്റെ മൂക്കും ചെവിയൊക്കെ തണുത്തുപോയി. പിന്നെ ഈ ജാക്കറ്റ് കാരണം പിടിച്ചേക്കത് ഇതൊന്നും തൊടാൻ പറ്റില്ല. അപ്പോൾ അതൊരു തണുപ്പാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അവിടെയാണ് ആ വൈറൽ സ്പോട്ട്. അവിടെ ആൾക്കാർ ക്യൂ നിന്നെടുക്കുക. ആകെ 2 മരം അവിടെ പൂത്തിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഇല പോലും ഇല്ലാണ്ടിരിക്കുകയാണ്.
അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ആൾക്കാർ തോന്നിക്കുന്നത്. അതിന്റെ പുറകിലൊരു രാമയൻ ഷോപ്പ് ഉണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് അവിടെ വേണം പോകാനായിട്ട്, വിശന്നിട്ട് പാടില്ല. ക്ഷീണിച്ച് വലഞ്ഞ് അവസാനം രാമയൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. അതാണെങ്കിൽ ചിക്കനൊന്നുമില്ല, എല്ലാം എഗ്ഗ് അല്ലെങ്കിൽ പോർക്ക് മാത്രമേ കഴിക്കണം. അതായിരിക്കും അതൊരു കണക്കിന് ഓർഡർ ചെയ്തു. പോരാത്തൊരു ഭാഷയും അറിയില്ല. പോർക്ക് വേണ്ട, ചിക്കൻ മതി, ഇത് പറയാൻ മനസ്സിലാവണ്ടേ ആരൊക്കെ. വിഷയമാണ്, ഭാഷ ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് ട്രാൻസ്ലേറ്റർ ഇപ്പം കണ്ടുപിടിക്കാം. നല്ല തണുപ്പത്തിൻ്റെ കയറി വന്നിട്ട് ചൂട് രാമൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടാകും. അങ്ങനെ നമുക്ക് വായ കിട്ടുള്ളൂ. നാക്കിന്റെ തൊലിയൊക്കെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ചൂട് റാമേനൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തണുപ്പത്തോട്ട് ഇറങ്ങിയിട്ട് വേണ്ടു. അപ്പോൾ അതായത് ടോക്കിയോ സ്കൈ ട്രീയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതിലും ഭംഗിയില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൈറ്റ് ഉണ്ടാവും, അത്ര എവിഡൻ്റ് ആയിട്ട് കാണില്ല. തിരിയാം. ഇതിന് മുന്നേ റൈറ്റ് ഉണ്ടായിരുന്നു, അത് തിരിയണായിരുന്നു. റൈറ്റ് ആട്ടാ, ഈ റൈറ്റ് അല്ല, മേട്ടോട്ട്. തിരിച്ചു പോകാനായിട്ടുള്ള സ്റ്റേഷൻ തപ്പി നടക്കാണ്. വഴി തെറ്റി ഉറപ്പായിട്ടും. പിന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അവസാനം എന്താ സ്റ്റേഷൻ എത്തി. ഈ ട്രെയിൻ എത്ര മണിക്കാണെന്നും കൂടെ അറിയണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. റൂമിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് റൂം. ഇതൊരു പഴയ ടൈപ്പ് ജാപ്പനീസ് റൂമാട്ടോ. അപ്പോൾ അതേപോലെ അവർ താഴ്ത്ത് കിടക്കുന്ന പോലത്തെ കിടക്കുകയും ചെറിയൊരു സ്പേസാണ്. നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നടന്നു പോകും. അമ്മാതിരി സ്ഥലമേ ഉള്ളൂ. രണ്ടുപേർക്ക് ഇവിടെ കിടക്കാനുള്ള സ്ഥലം. പിന്നെ വയറ്റിൻ്റെ വാട് തുറന്നില്ല കേട്ടോ. ഇതില്ലെങ്കിലും ബാത്ത് ടബ് ഉണ്ട്. ഓക്കെ, പിന്നെ തൊട്ട് ഓപ്പോസിറ്റിന് റൂം, വാഷ്റൂം. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ തൽക്കാലം പെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് മുറിയുടെ കിടപ്പ് വശം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നാളെ രാവിലത്തെ പ്ലാൻ നാളെ പറയാം, ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ശരി.